മീനുണ്ട് ഞങ്ങളുടെ വല ഒഴുകിയും പോയി. നാടൻ പിലോപ്പിയാണ്, വളർത്തു പിലോപ്പിയാണ്. പോയത് അയ്യേ. അപ്പോൾ തോട്ടിൽ നിന്ന് ഞങ്ങൾ മെല്ലെ 2 സിലോപ്പിനെ കിട്ടിയില്ല ഈശ്വര. പോയത് അയ്യേ. ഞങ്ങളൊരു കവർ കൂടി മേടിച്ചോളാൻ പറ. അതെന്താണെന്നറിയാം, അത്രയും വന്നത് തിരിച്ചോടിപ്പോയി. അപ്പോൾ ഞങ്ങൾ ആ വല തോട്ടിൽ വെക്കാൻ വേണ്ടി 4ആയിട്ട് കട്ട് ചെയ്യാൻ പോയി. കാരണം മീൻ പല രീതിയിലാണ് ഓടിപ്പോകുന്നത്. കാരണം കിൻഡ്ര വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ഒപ്പം ഗിരീഷ് ചേട്ടനും കുഞ്ഞുറുമാണ് നിൽക്കുന്നത്. ഞങ്ങൾ തോട്ടിൽ പിലോപ്പിനെ പിടിക്കാനായിട്ട് വന്നിരിക്കണം. അപ്പോൾ ഒരു പിലോപ്പിനെ കിട്ടി. അത്രേ കറക്റ്റ്. നനയണത് വല ഇവിടെ കാണാൻ പറ്റില്ല. ഇവിടെ മീൻ ഒഴുക്കിനെതിരെ ഗിരീഷേടാ അങ്ങോട്ട് വരണ്ട. കുഞ്ഞുറോ, മീൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക ഒരു കിളയായിട്ട്. മീനുണ്ട് ഞങ്ങളുടെ വല ഒഴുകിയും പോയി. പക്ഷെ മീനൊന്നും വലയിലേക്ക് കയറണില്ല. മീൻ തെളിവായത് കാരണം, അതായത് വെള്ളത്തിൽ വല കാണാൻ പറ്റുന്ന കാരണം മീനൊക്കെ തിരിച്ചോടിക്കൊണ്ടിരിക്കുക. കിട്ടല്ല ഞങ്ങൾക്ക്. ആരാണെന്നറിയാൻ പറ്റില്ല. തോട്ടിൽ കൊണ്ടൊന്ന് വെറുതെ വല ഇട്ടിട്ട് ചെറിയ പാണാപ്പള്ളത്തി 1 അറ്റത്തൊരെണ്ണമുണ്ട്, 2, 3, 4, 5 പാമ്പ്, നീർക്കൊലിപ്പാമ്പ് പാവങ്ങൾ ചത്തുപോയി. നടക്കുള്ളൂ. ആ വലിച്ചോ. രണ്ടെണ്ണം കുടുങ്ങി. വളർത്തു സിലോപ്പിയാണ്, നാടൻ പിലോപ്പിയാണ്. വളർത്തു പിലോപ്പിയാണ് കൊണ്ടൊന്ന് ബ്ലോക്ക് ചെയ്യിച്ചിട്ട് അതന്നെ നടക്കുന്നു. ഇതാ അറ്റത്തേക്ക് ഇട്ടാൽ മതിയടാ. അതാരാ അവിടെ ചൂണ്ടിട്ട് വെച്ചാൽ തമ്പി ചേട്ടാ? അറ്റത്തേക്ക് ഇട്. അത് തന്നെ വടക്കുന്ന് പിടിക്കുന്ന കൊള്ളിയല്ലേ. പോയാ അങ്ങനെയല്ല പെട്ടെന്ന് നോക്കി എടുക്കണം. വടക്കത്തെ പിലോപ്പി മെയിനായിട്ട് പിലോപ്പി. അല്ല ഇങ്ങനെ ഓരോ കിട്ടുള്ളൂ. ഞങ്ങളിപ്പോൾ മീനിനെ കണ്ടേക്കുന്നിടത്ത് വല വെച്ച് 3 വല വെച്ച് ബ്ലോക്ക് ചെയ്ത് 3 വലയല്ലേ